നോട്ട് പിൻവലിച്ച നവംബർ 8-ന് ശേഷം സംസ്ഥാനത്ത് മിൽമയുടെ പാലിനും മറ്റു ഉൽപ്പന്നങ്ങൾക്കും വിൽപ്പനയിൽ വൻ ഇടിവുണ്ടായി. 50,000 ലിറ്ററിന്റെ കുറവാണ് മിൽമയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് മിൽമയെ കാര്യമായി ബാധിച്ചുവെന്ന് മിൽമയുടെ തിരുവനന്തപുരം മേഖലാ ചെയർമാൻ കല്ലട രമേശ് പറയുന്നു. കേരളത്തിൽ തന്നെ 50,000 ലിറ്റർ പാൽ പ്രതിദിനം കൂടിയിരിക്കുകയാണ്. ഡയറികളിൽ വരുന്ന പാൽ അത് പണ്ട് ഇതിനു മുമ്പ് സംഘങ്ങളുടെ ലോക്കൽ സെയിൽസ് കുറഞ്ഞു. നാട്ടിലെ കർഷകരിൽ നിന്നും ഉപഭോക്താക്കൾ വാങ്ങിക്കൊണ്ടിരുന്ന ലോക്കൽ സെയിൽസ് കുറഞ്ഞു. അത് നാട്ടിൽ പണം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ 50,000 ലിറ്റർ കൂടിയതോടൊപ്പം തന്നെ വേറൊരു വിരോധാഭാസം 50,000 ലിറ്റർ സെയിൽസ് കുറഞ്ഞു മിൽമയുടെ. വിൽപ്പന കുറഞ്ഞതിനു പുറമെ ഡയറിയിലേക്ക് എത്തുന്ന പാലിന്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. 60,000 ലിറ്ററിന്റെ വർധനമാണ് ഈ ഇനത്തിൽ ഉണ്ടായിട്ടുള്ളത്. പ്രാദേശികമായുള്ള വിപണനം കുറഞ്ഞതോടെ ഇത് ഡയറിയിലേക്ക് ഒഴുകുകയാണെന്നും കല്ലട രമേശ് പറയുന്നു. ക്ഷീരസംഘങ്ങൾ വഴി കഴിഞ്ഞ ഒരാഴ്ചയായി കർഷകർക്ക് പണം നൽകുന്നില്ല. സംഘങ്ങൾ വഴി പിൻവലിക്കാവുന്ന തുക 10,000-ആയി നിജപ്പെടുത്തിയതാണ് ഇതിന് കാരണം. മിൽമയിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന കർഷകർ പട്ടിണിയിലേക്ക് നീങ്ങുകയാണെന്നും ചെയർമാൻ തന്നെ സമ്മതിക്കുന്നു. 4 ലക്ഷം രൂപ ഒരാഴ്ചയിൽ പേയ്മെന്റ് കൊടുക്കേണ്ടടുത്ത് 10,000 രൂപ പിൻവലിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ക്ഷീര ഉത്പാദകന് പൈസ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടിയന്തരമായി സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ക്ഷീരകർഷകരുടെ പ്രതീക്ഷയായ മിൽമ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും തിരുവനന്തപുരം മേഖലാ ചെയർമാൻ പറഞ്ഞു. മീഡിയ 1 കൊല്ലം.